കൗൺസിൽ യോഗത്തിൽ അവധി അറിയിച്ചിട്ടുള്ള കൗൺസിലർമാർ വാഴൂട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ ആർ, പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലർ ശിവജി ആർ പി, കവടിയാർ വാർഡ് കൗൺസിലർ KS ശബരിനാഥൻ എന്നിവരുടെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ഔദ്യോഗിക വിഷയങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. നമ്മുടെ ഈ ആർ സുഗതൻ നിയമവിരുദ്ധമായിട്ട് ഈ കൗൺസില് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. കാരണം ഈ കൗൺസിലിൻ്റെ മീറ്റിങ്ങിനകത്ത് ലീവെന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോഴത്തേക്കാണ് ലീവ് അപേക്ഷ കൊടുക്കുന്നത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർത്ത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവരുടെ ഡീറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി ആ സുഗതന്റെ കേസ് ബെഞ്ചിനകത്ത് വരുമ്പോൾ ആ കേസിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാരണവശാലും ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു പ്രിവിലേജും ഈ കാപ്പ കേസിന്റെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നിരീക്ഷണയിൽ പോയി ഈ സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു കത്ത് രേഖാമൂലം ഇവിടെ മേയർ വായിക്കുകയുണ്ടായി. ആ കത്ത് തന്നെ ആഭ്യന്തര വകുപ്പ് പിൻവലിക്കുകയും അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് രേഖപ്പെടുത്തി ഇവിടെ നമ്മുടെ കോർപ്പറേഷന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത്തരം നടപടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് പോലും ഗവൺമെന്റ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു ഉത്തരവ് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആഭ്യന്തര വകുപ്പിലേക്ക് വന്നിട്ടുള്ള സുഗതന്റെ ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജയിലിൽ നിന്ന് സൂപ്രണ്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആഭ്യന്തര വകുപ്പിലേക്കും അതുപോലെ തന്നെ DGP മുഖാന്തരം ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. അതിനുള്ള നിയമസാധ്യത തന്നെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇവിടെ 6 മാസത്തേക്ക് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ടോ ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ കോടതി തന്നെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം? ഡീറ്റെയിനിങ് എന്ന് പറയുന്നതിന്റെ ഉത്തരവ് തന്നെ അതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ഒരു നിയമ നടപടിയാണത്. ആ നിയമ നടപടിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇന്നിപ്പോ വെയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ വെയ്യൂർ ജയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുന്നുള്ളതല്ല. കഴിഞ്ഞ കൗൺസിലിനകത്ത് 6 മാസത്തേക്ക് ലീവ് സാങ്ഷൻ ആക്കിയപ്പോൾ തന്നെ അതിന്റെ മിനിറ്റ്സ് എഴുതി ആ മിനിറ്റ്സ് രേഖാമൂലം വന്നപ്പോൾ തന്നെ സെക്രട്ടറിക്ക് ആ ഭാഗം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ഞാൻ ഈ സെക്രട്ടറിക്ക് രേഖാമൂലം കൊടുത്തിരുന്നത് ആണെന്നുള്ളതാണ്. ഒരു കൗൺസിൽ അംഗത്തിന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ അതിന്റെ മിനിറ്റ്സ് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കൗൺസിൽ അംഗം എന്നുള്ള രൂപത്തിൽ ആ കഴിഞ്ഞ കമ്മിറ്റിയുടെ എന്തൊക്കെ തീരുമാനമാണെന്നുള്ളതിന്റെ മിനിറ്റ്സ് ഇവിടെ കൊടുക്കേണ്ടതാണ്. ആ മിനിറ്റ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ആ മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തുന്നതിനകത്ത് സത്യസന്ധമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വഴിവിട്ട് തെറ്റായ രൂപത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവിടെ മിനിറ്റ്സ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിൽ യോഗത്തിനകത്ത് മേയർ നിരന്തരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മിനിറ്റ്സിനകത്ത് എഴുതി കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിനകത്ത് മേയർ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായോ? ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് എന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഉൾപ്പെടെയുള്ള വിഷ്വൽസ് വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ശരിയായ രൂപത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കൗൺസിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? യഥാർത്ഥത്തിൽ സെക്ഷൻ 40 മുനിസിപ്പൽ ആക്ട് 46 അനുസരിച്ച് ഈ പറയുന്ന സെക്രട്ടറിക്ക് ചുമതലയുണ്ട് ഈ കാര്യത്തിനകത്ത്. തെറ്റായ ഒരു വിവരം ഈ കൗൺസിലിനകത്ത് നിയമവിരുദ്ധമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി മൗനം പാലിക്കുകയാണ് ഇതിനകത്ത്. ഒരു മുനിസിപ്പൽ ചട്ടനകത്തിനകത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഒരു സ്ഥലത്തും പറയുന്നില്ല 6 മാസത്തേക്ക് കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ ഇവിടെ ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ഒരാളെ
നിയമവിരുദ്ധമായി വീണ്ടും വീണ്ടും ഈ കൗൺസിൽ യോഗത്തിനകത്ത് വന്ന് ലീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് തെറ്റായ ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമ നടപടിയാണ്. അതിനെ സംബന്ധിച്ച് നിയമപരമായി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേൽഘടകങ്ങളായിട്ടുള്ള ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്. സെക്രട്ടറിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിന് പകരം ഇത് വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കൗൺസിലിന് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഭൂരിപക്ഷ അടിസ്ഥാനത്തിനകത്ത് തീരുമാനം എടുക്കാം. പക്ഷെ അതൊന്നും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്കകത്ത് പോകുമ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നുള്ള കാര്യത്തിനകത്ത് മാത്രം ബഹുമാനപ്പെട്ട മേയറും ഇത്തരം നടപടിയെടുക്കുന്നവരും മനസ്സിലാക്കിക്കൊണ്ടാൽ മതി എന്നുള്ളതാണ്. ഇത്തരം ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയ്ക്ക് നടത്തുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ളതും ഈ ലീവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്ക് മേയർ മാറരുത് എന്നുള്ളത് അടിവരയിട്ട് ഞങ്ങൾ പറയാം. സപ്ലിമെന്ററി ലിസ്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത്തിനെ ക്ഷണിക്കും. രണ്ടാമത്തെ 2026-27 വാർഷിക പദ്ധതി സ്പിൽ ഓവർ ലിസ്റ്റ് അംഗീകരിക്കുന്ന വിഷയം. മൂന്നാമത്തെ വിഷയം 2026-27 വാർഷിക പദ്ധതി ഭേദഗതി അംഗീകരിക്കുന്ന വിഷയം കൗൺസിൽ മുമ്പാകെ. വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളുണ്ട്, ചർച്ചകൾ തുടരാം. ചെയർമാൻ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചകൾ തുടരാം. അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ കൗൺസിൽ അംഗങ്ങൾക്ക് അതിൽ കാതലായ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം, അതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും അക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കാനുണ്ടോ? യെസ്, ആ മേരി പുഷ്പത്തിന്റെ മൈക്കൊന്ന് കൊടുക്കൂ. മേരി പുഷ്പത്തിന്. സാർ, ഇത് പ്രോജക്റ്റ് നമ്പർ 746. ഇത് നഗരസഭയിലെ കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നതിന് ജീവനക്കാരുടെ വേതന, വാഹന സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓട്ടോറിക്ഷ, പിക്കപ്പ് വാൻ, ഓട്ടോറിക്ഷ, ടാക്സി വ്യക്തിഗതം, വനിത, പുരുഷൻ, അതുപോലെ സ്വയം തൊഴിലിന് ടാക്സിക്കാർ, പിക്കപ്പ് വാൻ വ്യക്തിഗതം, വനിത, ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട, ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ടാണ് സാർ. അത്യാവശ്യം ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പ്രോജക്റ്റ് നമ്പർ 306, അവരുടെ പ്രോജക്റ്റ് ഒന്നും നോക്കിയില്ല. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം, അതുപോലെ 305 സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണം, സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കും കിറ്റ് വിതരണം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കാനാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് പുനഃപരിശോധിച്ചേ പറ്റുള്ളൂ. അജണ്ട ഇതിന്റെ ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. ഇന്ന് രാവിലെ അവിടെ പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു നോക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. അത് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടാമത്, നിയമവിരുദ്ധമായി ഇവിടെ നടക്കുന്ന പ്രക്രിയ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സുഗതൻ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ലീവ് കൊടുക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ അത് അതിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട ഇവിടെ മേയർ ആദ്യം പറഞ്ഞ അജണ്ട, അതായത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ മേരി പുഷ്പം ഉന്നയിച്ച വിഷയത്തിൽ ചെയറിൽ നിന്ന് ഒരു മറുപടി പറയാനുണ്ട്. അതായത് നമുക്ക് 207 കോടി രൂപ പ്ലാൻ ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നത് മേരി പുഷ്പം 36 കോടി രൂപയായി കുറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വന്നത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് വരുന്നുണ്ട്. അതിന്റെ ഒരു മാനദണ്ഡം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ അതിലെ ഗൈഡ് ലൈൻ വന്നിട്ടില്ല. ഗൈഡ് ലൈൻ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കും. പരമാവധി ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്താം. കർമ്മയത്ത് സാർ, ഇത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രോജക്റ്റിൽ വച്ചിട്ടുണ്ട് സാർ. ഈ വർഷത്തെ പ്രോജക്റ്റിലുണ്ട്. ഫിനാൻസ് കമ്മീഷന്റെ ഗൈഡ് ലൈൻ വരുന്നതോട് നമുക്ക് കൂടുതൽ വ്യക്തത വരും. അപ്പോ വേറെ ആർക്കെങ്കിലും അജണ്ടയിൽ തമ്പാനൂർ ഹരികുമാർ ഹലോ, തരാം സാർ. തമ്പാനൂർ ഹരികുമാർ, ഇപ്പം മാസത്തിൽ ഒരു കൗൺസിലാണ് ഇപ്പം കൂടുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു അജണ്ട ഒരു കെട്ട് നമുക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതും അതുപോലെ ഇപ്പം കൊണ്ട് തന്നിരിക്കുന്നു. ഇതൊന്ന് വായിച്ച് നോക്കാതെ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് പറയാൻ കഴിയുക? അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 6-7 മാസക്കാലമായി ഇതുവരെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ മിനിസ്ട്രികൾ നമുക്ക് ആക്കാൻ തന്നിട്ടില്ല. എന്ത് നടന്നു, എന്ത് എവിടെ ചെയ്തു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപേക്ഷ കൊടുക്കണ്ട സാർ. നിയമപരമായി എല്ലാ കൗൺസിലറും സാർ ഞാൻ പറയട്ടെ അവിടെ അന്വേഷിച്ചോ? എവിടെ സാർ? അവിടെ അന്വേഷിച്ചവർക്ക് കൊടുത്തു ഞങ്ങൾക്കാകെ കിട്ടിയില്ല. ഒരു കൗൺസിലിന്റെ ഉത്തരവാദിത്വം ഒരു കൗൺസിലർമാർക്കും കഴിഞ്ഞ കാലങ്ങളിൽ മിനിസ്റ്ററിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. കോപ്പി കിട്ടിയിട്ടില്ല. പരിശോധിക്കണം. അതുപോലെ തന്നെ ഹരികുമാർ കഴിഞ്ഞ 5 വർഷം എനിക്ക് മെഡിസിൻ കോപ്പി കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കൗൺസിലിന്റെ അവകാശം ഞാൻ 5 വർഷം ചോദിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലിന്റെ കൈ അടിച്ചിരുന്ന കാര്യമല്ല. ഒരു കൗൺസിലിന്റെ അവകാശമാണ്. എന്ത് നടന്നു എന്ന് പറയുന്നത് മിനിസ്റ്റർ കോപ്പി. ഞാൻ വിവരാവകാശം കൊടുത്തിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മേരി പുഷ്പത്തിന് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് ചോദിക്കുക. പ്രാവശ്യം ഇവിടെ ചോദിച്ചു. 5 വർഷവും മേരി പുഷ്പം ചോദിച്ചില്ലെന്ന് മേരി പുഷ്പം പറയട്ടെ. ഇല്ല എന്ന് മേരി പുഷ്പം പറയട്ടെ. അന്ന് കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഷാജിദ് നാസറിന്റെ ബൈക്ക് കൊടുക്കും. ഷാജിദ് നാസർ ദീപകിന് കിട്ടിയില്ലേ? ഹരിമാന്റെ ഓഫീസ് കിട്ടിയല്ലോ. കിട്ടിയല്ലോ. സാർ എനിക്ക് പറയാനുള്ളത് സാറിനെ പോലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ. പറയണം. ഒരു കൗൺസിൽ തുടങ്ങുമ്പോൾ ഏതെങ്കിലും കുറെ അജണ്ട കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് പാസ്സാക്കി കൊണ്ട് പോകുന്നതല്ല ശരി. ബഹുമാന്യനായ മേയർക്ക് മിനിറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കൗൺസിൽ പീരീഡ് മേയർ പരിശോധിക്കണം. ഏതെങ്കിലും കൗൺസിലിൽ മേയർ ഇരുന്നിട്ടുണ്ടോ? മേയർ 3 കൗൺസിൽ വരുമ്പോ പോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം പാർലമെന്ററി പാർട്ടി കൂടുമല്ലോ. ഞാൻ പറഞ്ഞോട്ടെ ദീപക് പറയട്ടെ. ഇല്ല എന്ന് ദീപക് പറയട്ടെ. നമുക്ക് ദീപകിനല്ലേ ദീപകിന് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് ദീപക് പറയട്ടെ. സാർ ഞാൻ പറഞ്ഞോട്ടെ. അതിനിടയിൽ എന്തിനാണ് പരിശോധിക്കാം. ജനപ്രതിനിധിയായി വന്നവർക്ക് ആകെ തന്നെ കാരണം പറയാം. LDF സർക്കാർ പ്ലാൻ ഫണ്ടിന്റെ അവസാന സർക്കാരിന്റെ പഴിചാരി പോകാൻ പറ്റില്ല സാർ. സാർ ഓൺ ഫണ്ട് ഉണ്ടല്ലോ, അത് ചെലവാക്കാത്തത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാനല്ലേ അവര് നികുതി പണം തരുന്നത് സാർ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോ ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 8 മാസക്കാലം ജനപ്രതിനിധിയായി ഞാൻ പറഞ്ഞു 24-25 കാലാവസ്ഥ ഈ നഗരസഭ ഭരിച്ചത് ആരാണ്? ഞങ്ങൾ കൊടുക്കേണ്ട ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞങ്ങൾ കൊടുക്കേണ്ട ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ നോക്കണം. നിങ്ങൾ കൊടുക്കണം. ഒരു വർഷമല്ല, കഴിഞ്ഞ 45 വർഷം ഭരിച്ചത് ഇവരാണ്. ഞങ്ങൾ ഭരിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അവർക്ക് കിട്ടിയിട്ടുണ്ട് ആനുകൂല്യം. ഇതുപോലെ 8 മാസക്കാലം ഒന്നും നടക്കാത്ത നഗരസഭയായിട്ട് ഒന്നും വന്നിട്ടില്ല. നടന്നിട്ടില്ല. ഒന്നും നടന്നില്ല. കൊടുത്തിട്ട് 2ാം കൂടെ കൊടുത്തില്ല. നിങ്ങൾ വായറച്ച ജാതകം നോക്കുന്ന പാർട്ടി 1ാം ഗഡ് കൊടുത്ത് 25-26 2ാം ഗഡ് കൊടുക്കാനാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ല കൊടുക്കാൻ പറഞ്ഞത്, ആൾക്കാർ കൊടുക്കാനാണ് പറയുന്നത്. 2 അറിയിപ്പുകളുണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കണം. അജണ്ടയിൽ പറഞ്ഞ വിഷയങ്ങളിൽ കാര്യമായ ചർച്ച നടന്നു. ഈ അജണ്ട എല്ലാം പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കൂ. അതായത് 21-ാം തീയതി രാവിലെ 10 മണി മുതൽ കോർപ്പറേഷൻ അങ്കണത്തിൽ വെച്ച് കോർപ്പറേഷന്റെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാ കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജീവനക്കാരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും 21-ാം തീയതി രാവിലെ 10 മണി മുതൽ. അതോടൊപ്പം തന്നെ 22-ാം തീയതി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് സമീപമുള്ള സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നമ്മുടെ മുഴുവൻ ജീവനക്കാർക്കും അതുപോലെ മുഴുവൻ കൗൺസിലർമാർക്കും
മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തി ഓണക്കോടിയും ഓണക്കിറ്റ് നൽകുകയാണ്. എല്ലാവരെയും രാവിലെ 8 മണിക്ക് അത് ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തൊഴിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി 8 മണിക്ക് ആരംഭിച്ച് 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുഴുവൻ കൗൺസിലർമാരും ജീവനക്കാരും അവിടെ എത്തി ഓണക്കോടി വാങ്ങണം. സന്തോഷമായി നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ സാധിക്കണം. ഓണക്കോടിയും ഓണക്കിറ്റും മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തി നൽകുകയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. മേയർ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു.